വെള്ളാപ്പള്ളി നടേശൻ മറുപടി അർഹിക്കുന്നില്ലെന്നും പ്രസ്താവനകളെ അവഗണിക്കാനാണ് ലീഗിന്റെ തീരുമാനമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി. വർഗീയത കേരളം വച്ചുപൊറുപ്പിക്കില്ല. അത് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെന്തിനാണ് പ്രതികരിക്കുന്നത്? വല്ലവരും സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ പിന്നാലെ പോവരുതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളം അഭിമുഖീകരിക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യു.ഡി.എഫിന്റെ മാനിഫെസ്റ്റോ ഉടൻ പുറത്തുവരും. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കേണ്ടത് അതിലേക്കൊക്കെയാണ്. 10 വർഷത്തെ ഭരണം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഫണ്ട് സ്രോതസ് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇടത് സർക്കാർ. അതെല്ലാം തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അതിനുള്ള പരിഹാര നടപടികൾ യു.ഡി.എഫ് അവതരിപ്പിക്കും. യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ ഉണ്ടായേക്കാവുന്ന ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ചുള്ള ചർച്ചകളെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. എത്രയോ തവണ ലീഗ് രണ്ടാമത്തെ പാർട്ടിയായിട്ടുണ്ടെന്നും എപ്പോഴെങ്കിലും അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ഇടതുപക്ഷമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. തങ്ങൾക്ക് അത്തരമൊരു വേവലാതി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നൽകുന്ന വീടുകൾ ഫെബ്രുവരി 28-ന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തിലെ വീടുകളുടെ താക്കോൽദാനമാണ് നടക്കുകയെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു.